കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിപ്പൊതി വിഴുങ്ങി മരിച്ച മൈക്കാവ് സ്വദേശി ഷാനിദിന്റെ പിന്നിൽ വൻ മയക്കുമരുന്ന് ശൃംഖല എന്ന സൂചന. ഷാനിദിന്റെ സുഹൃത്തുക്കളെയും മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അതേസമയം ഷാനിദ് വിഴുങ്ങിയ മൂന്നാമത്തെ പൊതിയിൽ എന്താണെന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഈ ലഹരിപ്പൊതി വിഴുങ്ങി മരണം സംഭവിച്ച ഷാനിദിന് പിന്നിൽ വലിയൊരു ലഹരി സംഘം തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ ആ മരണത്തോടുകൂടി ആ കണ്ണികളിലേക്ക് എത്താനുള്ള സാധ്യത കൂടി മറയുകയാണോ? എന്തായാലും പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഈ ലഹരി പൊതി വിഴുങ്ങിയതിനെ തുടർന്ന് മരണപ്പെട്ട ഷാനിദ് ഷാനിദിന് പിന്നിൽ ലഹരി മാഫിയയുടെ ഒരു വലിയ സംഘം ഉണ്ട് എന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. അതുകൊണ്ട് തന്നെയാണ് ഈ ഷാനിദിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ ഷാനിദ് സഞ്ചരിച്ച സ്ഥലങ്ങളിലെ കുറിച്ചും മാത്രമല്ല ഷാനിദുമായി ബന്ധപ്പെടുന്ന സുഹൃത്തുക്കളെ കുറിച്ചും ഒക്കെ തന്നെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ഷാനിദിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഈ 2 വർഷം വിദേശത്തായിരുന്ന ഷാനിദ് നാട്ടിലെത്തുകയും പിന്നീട് ഇത്തരത്തിൽ ലഹരി മാഫിയ അല്ലെങ്കിൽ ലഹരി കടത്തും സംഘവുമായി ഷാനിദിന് ബന്ധമുണ്ടാവുകയും അങ്ങനെയാണ് ഷാനിദ് ഈ ലഹരി കടത്തിലേക്കൊക്കെ തന്നെ എത്തിപ്പെടുന്നത്. മാത്രമല്ല, ഷാനിദിനെ സംബന്ധിച്ച് ഈ വീട്ടുകാർക്കും ഇത്തരത്തിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഷാനിദ് എന്ന് അറിയാൻ പോലും സാധിച്ചിട്ടില്ല എന്നതാണ്. ഈ ഷാനിദിന്റെ മുത്തശ്ശി പറയുന്നതനുസരിച്ചാണെങ്കിൽ ഏറെ വൈകിയാണ് ഷാനിദ് വീട്ടിൽ വരാറ്. അത് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ കൊച്ചുമകൻ ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ വീട്ടിനകത്ത് വെച്ചൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഷാനിദിന്റെ നാട്ടുകാർക്കും ഏറെ നിർണായകമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഷാനിദ് ഈ പ്രദേശത്തുള്ള വീടിനോട് ചേർന്നിട്ടുള്ള ആളുകളുമായിട്ടൊക്കെ തന്നെ അത്ര വലിയ അടുപ്പം ബന്ധം വെച്ച് പുലർത്താത്ത ആളായിരുന്നു. പക്ഷെ പലപ്പോഴും ഷാനിദിനെ തേടി ഈ വീട്ടിലേക്ക് നാട്ടുകാർക്കൊന്നും തന്നെ ഒട്ടും പരിചയമില്ലാത്ത പലരും ഈ ഷാനിദിനെ തേടി വീട്ടിലേക്ക് എത്താറുണ്ടായിരുന്നു എന്നും ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഷാനിദ് ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയ സമയം മുതൽ തന്നെ ഇത്തരത്തിൽ ലഹരിയും ഉപയോഗിക്കുന്നതും ലഹരി വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അങ്ങനെയെങ്കിൽ ഷാനിദിന്റെ പിന്നിലുള്ള ആ വലിയ കണ്ണി അത് കണ്ടെത്താനുള്ള ഒരു നീക്കമാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ഒരു പക്ഷേ താൻ ഏതെങ്കിലും രീതിയിൽ ഈ പോലീസിന്റെ കയ്യിൽ അകപ്പെടുകയാണെങ്കിൽ തന്നിലൂടെ മറ്റു വിവരങ്ങളൊന്നും തന്നെ ഈ പോലീസിനോ മറ്റും അറിയരുത് അല്ലെങ്കിൽ ലഭിക്കരുത് ഉള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഷാനിദ ലഹരി പൊതി വിഴുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ഈ കോഴിക്കോട് സംബന്ധിച്ച് പോലീസ് നിരവധി 2 ദിവസം കൂടുമ്പോൾ ഇത്തരത്തിൽ ലഹരി പിടിക്കുകയും ലഹരിയിൽ ഉൾപ്പെട്ട ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. പക്ഷെ അവരൊന്നും തന്നെ ഈ രീതിയിലേക്കുള്ള നീക്കം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ഷാനിദിന്റെ പിന്നിൽ ആരാണുള്ളത്, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ലഹരി സംഘം, അതിലേക്ക് അന്വേഷണം നീളാനും അവരെ കണ്ടെത്താനുമുള്ള ഒരു ശ്രമമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അനഘ, നമുക്കറിയാം പലപ്പോഴും ഈ ലഹരി കേസുകളിൽ യഥാർത്ഥ കണ്ണികളിലേക്ക് എത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം പലപ്പോഴും അന്വേഷണത്തിനിടയിൽ തന്നെ അത് മുറിഞ്ഞു പോകുന്നൊരു സാഹചര്യം. ഇപ്പോൾ ഷാനിദിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഷാനിദ് ഒരു വലിയ ലഹരി മാഫിയയുടെ ഏറ്റവും അറ്റത്തുള്ളൊരു കണ്ണി മാത്രമാണ്. ഒരു പക്ഷേ അയാൾക്ക് നല്ല ബോധ്യമുണ്ടായിരിക്കണം പോലീസിൻ്റെ പിടിയിലായാൽ ചോദ്യം ചെയ്യലിലൂടെ ഈ ലഹരി മാഫിയയിലേക്ക് തന്നെ പോലീസ് എത്തുമെന്ന്. അതുകൊണ്ടാണ് അവസാനത്തെ തെളിവ് നശിപ്പിക്കൽ എന്നുള്ള ശ്രമം എന്നതിൻ്റെ ഭാഗമായി ഈ ലഹരി പൊതി അടങ്ങിയത് വിഴുങ്ങാനിടയായ സാഹചര്യം. അത് നിർഭാഗ്യവശാൽ വയറിനുള്ളിൽ ചെന്ന് കവർ പൊട്ടി മരണം സംഭവിക്കുകയായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പോലീസിൻ്റെ തുടരന്വേഷണമാണ് ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ഷാനിദിൻ്റെ പിന്നിൽ ആരൊക്കെ എന്നുള്ളതിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അത് ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോലീസിനെ സംബന്ധിച്ചിടത്തുള്ളത്. കാരണം പ്രദേശവാസികൾക്കൊന്നും തന്നെ ഷാനിദിനെ കുറിച്ച് വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ട് ഈ അന്വേഷണം ഏത് രീതിയിൽ പുരോഗമിക്കാനാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പുരോഗതിക്കാണ് പോലീസ് ഉദ്ദേശം വയ്ക്കുന്നത്?
നിലവിൽ ഈ ഷാനിദുമായി ബന്ധപ്പെടുന്ന ഷാനിദിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകാനുള്ള സാധ്യത. കാരണം കഴിഞ്ഞ ഈ മാസങ്ങളിലടക്കം ഷാനിദ് ഏറ്റവും അധികം വിളിച്ച അല്ലെങ്കിൽ ഷാനിദുമായി ഏറ്റവും അധികം സംസാരിച്ചിട്ടുള്ള ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് എന്തായാലും അന്വേഷണം പോവുക. അതായത് ഈ ഷാനിദിന്റെ ഫോൺ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണം മുന്നോട്ട് പോവുക. മാത്രമല്ല ഷാനിദിന് പിന്നിൽ മറ്റ് വലിയൊരു സംഘം ഉണ്ട് എന്ന സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായി കൂടിയാകാം ഷാനിദ് ഇത്തരത്തിൽ ലഹരിപ്പൊതി വിഴുങ്ങി തന്നിലൂടെ എല്ലാം ലഹരിപ്പൊതി വിഴുങ്ങാനുള്ളൊരു നീക്കം പോലും ഷാനിദിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് എന്നാണ്. മറ്റൊന്ന്, ഈ ഷാനിദിന് അധികം സുഹൃത്തുക്കളോ ഈ നാട്ടിൽ ഷാനിദിന് അധികം സുഹൃത്തുക്കളോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ്. ഈ ഷാനിദിനെ തേടി ഈ ഷാനിദിന്റെ ഈ വീട്ടിലേക്ക് അടക്കം വരുന്നവരെ കേന്ദ്രീകരിച്ചും അങ്ങനെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ സംഘം പരിശോധിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ നാട്ടുകാർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടി അന്വേഷണ സംഘം മുഖവിലയ്ക്ക് എടുക്കും. അതുകൂടെ പരിഗണിച്ചുകൊണ്ടായിരിക്കും എന്തായാലും ഇനി മുന്നോട്ടുള്ള അന്വേഷണം ഉണ്ടാവുക. മാത്രമല്ല ഈ ഷാനിദ് അന്ന് 3 പൊതിയാണ് വിഴുങ്ങിയത്. അത് ഇന്നലെ നടന്ന ഷാനിദിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് അമിതമായ അളവിൽ ശരീരത്തിൽ ലഹരി എത്തിയതാണ് മരണകാരണം എന്നാണ്. പക്ഷേ ഈ 2 പൊതിയിൽ കഞ്ചാവ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിൽ 3ാമത്തെ പൊതി അതിൽ എന്താണ് എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് കൃത്യമായ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് ഷാനിദിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും പറയുന്നത്. എന്തായാലും ഷാനിദിന്റെ ഫോൺ കേന്ദ്രീകരിച്ചും സുഹൃത്തുക്കളെയൊക്കെ കേന്ദ്രീകരിച്ചുമായിരിക്കും ഇനി എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുക. പക്ഷെ നമുക്ക് എല്ലായ്പ്പോഴും അറിയാം ഇത്തരത്തിലുള്ള ലഹരി കടത്ത് അല്ലെങ്കിൽ ലഹരി വിൽപ്പന സംഘത്തിലെയൊക്കെ ഏറ്റവും ചെറിയ കണ്ണി ആണ് പലപ്പോഴും പിടിക്കപ്പെടുക. പക്ഷെ അന്വേഷണവും ആ ചെറിയ കണ്ണിയിൽ തന്നെ അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ലഹരി കടത്തുമായി ബന്ധപ്പെട്ട് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ വലിയ മാഫിയയിലേക്ക് എത്താൻ ഒരു ഘട്ടത്തിൽ പോലും അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല എന്നതാണ്. അത് ഈ കേസിൽ ആവർത്തിക്കുമോ എന്ന് കണ്ടറിയേണ്ടി വരും. ശരി അനഘ, എന്തായാലും ലഹരിപ്പൊതി വിഴുങ്ങി മരണപ്പെട്ട ഷാനിദിന് പിന്നിൽ ഒരു വലിയ ലഹരി മാഫിയ ശൃംഖല തന്നെയുണ്ട് എന്നാണ് പോലീസിന്റെ അനുമാനം. അതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.